മിസ്സസ് മാർട്ടിൻ ഇത്രയും പെട്ടെന്ന് നോർമൽ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എനിവേ എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയത്തക്ക വിധം അവരിപ്പോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കേസിന്റെ കാര്യത്തിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ മിസ്റ്റർ വിഷ്ണു ഇപ്പൊ അവരെ കാണണ്ട. അതെന്താ? ഉറക്കം കുറവായതുകൊണ്ട് അവർക്ക് സ്ലീപ്പിംഗ് ഡോസ് കൊടുത്തിരിക്കുക. നാളെ വരൂ. ആ താൻ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തട്ടിക്കൊണ്ടുപോകാൻ താൻ അവരെ സഹായിച്ചു എന്ന് ഞാൻ പറയും. ഈ അവരാരാണ് സാർ? ഐ എം നോട്ട് ഗെറ്റിംഗ് യു. ഓക്കെ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. മിസസ് മാർട്ടിൻ നോർമലായാൽ രവിക്കെതിരെ മൊഴി കൊടുക്കും. അത് ഒഴിവാക്കേണ്ടതിപ്പോ തന്റെയും ആവശ്യമാണല്ലോ. വാട്ട് യു മീൻ സർ? അയാളുടെ പെങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ താൻ? എന്താ ഞെട്ടിപ്പോയതാൻ? ചതിക്കുഴികൾ ഒരുക്കാൻ സാറും എടുക്കാനാണെന്ന് അറിയാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കാത്ത പലരെയും മുട്ടുകുത്തിച്ച ചരിത്രമുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല സാർ. മിസ്റ്റർ വിഷ്ണു, യു ആർ നോട്ട് എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ സർവീസ്. സോ യു ആർ സസ്പെൻഡ്. എന്നെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ കറപ്റ്റഡ് എന്നോ ഇൻഎഫിഷ്യന്റ് എന്നോ എഴുതാനുള്ള സാറിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കിഴിയുടെ ഖനം പോലെയാണെന്നറിയാം. കള്ളക്കടത്തുകാരുടെയും പെൺവാണിഭക്കാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ കച്ചവടത്തിനനുസരിച്ച് വീതം പറഞ്ഞുറപ്പിക്കുകയും ബിസിനസ് പരമാവധി വളർത്താൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന നിങ്ങൾ, സംരക്ഷിക്കാനും സംഹരിക്കാനും അധികാരമുള്ള നിങ്ങൾ, എന്നെ പോലുള്ള കീഴുദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ പിണിയാളുകളുടെ സ്പിരിറ്റ് ലോറിക്ക് പൈലറ്റായിട്ട് അയക്കുകയോ സ്വന്തം കാമുകിമാർ നടത്തുന്ന നക്ഷത്ര വേശ്യാലയങ്ങൾക്ക് കാവൽക്കാരായിട്ട് നിർത്തുകയോ ചെയ്താൽ അതിൽ അത്ഭുതമില്ല സാർ. ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന നിങ്ങളെപ്പോലുള്ള സീനിയർ ഓഫീസേഴ്സിനെ സെല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേടോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. കയ്യൊങ്ങുന്നോടാ അടിച്ച് നിന്റെ 32 കൊല്ലം പോലീസിലാക്കിയിട്ട് കൊടുക്കും. ഷായോട് ഒത്തുചേർന്ന് കോടികളുടെ വേട്ടയ്ക്ക് ഒരുങ്ങാണ് നീ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനിട്ടിരിക്കുന്ന ഈ കാക്കിക്ക് ആദർശത്തിന്റെയും നീതി നിർവഹണത്തിന്റെയും സത്യസന്ധതയുടെയും ചങ്കൂറ്റത്തിന്റെയും നിറമാടോ? കള്ളപ്പണക്കാരന്റെ മടിശീല കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ നിന്റെ കാക്കിക്ക് അക്രമത്തിന്റെയും അഴിമതിയുടെയും കൈക്കൂലിയുടെയും ചെളിപുരണ്ട നിറമാണ്. അതിനു മുകളിൽ അശോകസ്തംഭം വെച്ച് ഈ തൊപ്പി ചേരില്ല. ഞാൻ ഇനിയും വരും. അന്ന് നിന്റെ തലയിൽ ഈ തൊപ്പി ഉണ്ടാവില്ല, ഓർത്തോ. എന്താ പ്രശ്നം? നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ട്. നീ എന്താ ഈ സമയത്ത്? ഒരുപക്ഷെ നാളെ തന്നെ റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. കുറച്ചു ദിവസം രവിയേട്ടൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്തിന്? ഞാൻ എന്തിനു മാറി നിൽക്കണം? ബഹുമാനപ്പെട്ട കളക്ടർ, യു ഡു യുവർ ഡ്യൂട്ടി. ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഉത്തരവ് കൊടുത്തത് ഞാൻ തന്നെയാണ്. നിയമത്തിന്റെ മുനകൾ ചൂണ്ടിക്കാട്ടി അവരെന്നെ നിർബന്ധിച്ചപ്പോ എനിക്ക് ആ കടലാസിൽ ഒപ്പിടാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്സെറ്റ് ആകാതെ. ഞാൻ പറഞ്ഞല്ലോ, നീ നിന്റെ കടമയല്ലേ ചെയ്തത്. മിസ്സിസ് മാർട്ടിന് വേണ്ടിയാണ് ഈ റെയ്ഡെങ്കിൽ അവരെവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പോലീസ് ഈ തെരുവിലെത്തുന്നതിന് മുൻപ് എനിക്ക് അവരെ ഹാജരാക്കാൻ കഴിയും. ഇനി നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. പൊയ്ക്കോളൂ. വിഷ്ണു, നീ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പൊ നീ എന്നെ കാത്തിരിക്കായിരുന്നു? അതെ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും അല്പം നീ വൈകി. മിസ്സിസ് മാർട്ടിൻ അവിടെ? ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ
നിന്റെ ഈ ചോദ്യവും അന്വേഷണവും ഒക്കെ വളരെ തരം താണുപോയി. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്ന ചില മൂന്നാംകട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും കണ്ട് മാത്രം പരിചയമുള്ള നിനക്ക് എന്നെ പോലെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കി നിർത്താൻ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും. അഴിമതിയെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിനെതിരെ ഘോരം പ്രസംഗിക്കുന്ന രണ്ട് മുഖമുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. പക്ഷെ കണ്ണിന് പകരം കണ്ണെന്ന് നിന്റെ ഈ തത്വശാസ്ത്രയുടെ അന്ധമാരുടെ ലോകം ഉണ്ടാക്കാനേ സഹായിക്കൂ. പ്രതികാരത്തിന്റെ പേരിൽ നടക്കാനുള്ളതല്ല സാധാരണക്കാരന്റെ ജീവിതം. പോലീസ് അക്കാദമിയിൽ നിന്ന് IPS ബിരുദം നേടിയതുകൊണ്ടോ മുഖം നോക്കാതെ നടപടിയെടുത്തതുകൊണ്ടോ മാത്രമല്ല, ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങളോട് സംവേദനം ചെയ്യാനും പ്രതികരിക്കാനും കഴിയുന്നവനാണ് ശരിയായ പോലീസ് ഓഫീസർ. നിരപരാധികളെ തോക്കും ബോംബും വെച്ച് കൊലപ്പെടുത്തിയവനാണ് നീ. കള്ളക്കടത്തും മയക്കുമരുന്നും ആയുധ കച്ചവടവും അടക്കം മനുഷ്യകുലത്തിന് ഭീഷണിയായ സകലവിധ മാഫികളെയും വളർത്തിയവനാണ് നീ. എന്റെ ജീവനോടും മുമ്പ് നിനക്ക് തന്നു തീർക്കാനായ ഓരോ കണക്കുകളും എന്റെ പകയുടെ പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുന്നവനാണ് ഞാൻ. നീ പറഞ്ഞതാണ് ശരി. പിടിച്ചടക്കാൻ കഴിയാത്ത എന്തിനോടും നിനക്ക് പകയാണ്, അന്നും ഇന്നും. നീതി തേടി നിയമത്തിന്റെ മുന്നിലെത്തുന്നവൻ വഞ്ചിക്കപ്പെടുകയും വേലി തന്നെ വിളവ് തിന്നുകയും ചെയ്യുന്നതല്ലേ നാളിതുവരെയുള്ള ചരിത്രം. എന്നെ കള്ളക്കേസിൽ അകപ്പെടുത്തി പീഡിപ്പിച്ചാലോ ദീർഘകാലം ജാമ്യം തന്നെ നിഷേധിച്ചാലോ എന്റെ ജീവിത വീക്ഷണത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. സ്വന്തം സുഖവും ലാഭവും അല്ലാതെ മറ്റെന്തെങ്കിലും നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും മുറിവേറ്റിട്ടില്ലാതെ നിനക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാവില്ല. ശരിയാണ്, ഞാൻ ആഗ്രഹിച്ചതിലധികം നേടി. ഈ തെരുവിന്റെ സ്നേഹം ഞാൻ ഒരുപാട് വേദനിച്ചു ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി. ഓരോരുത്തരെയായി ഈ തെരുവിന് നഷ്ടപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരനായ ഗുലാബ് ചന്ദ് ഷായോടുള്ള ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത സമരത്തിന്റെ വിത്തുകൾ എന്റെ മനസ്സിൽ വീണ് വളരുകയായിരുന്നു. ഈ തെരുവിനെ സ്വന്തം ആത്മാവിനോട് ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സലിം ബായിയെ അവൻ കൊല്ലിച്ചു. ഈ തെരുവ് അനാഥമാവാതിരിക്കാൻ ഞാൻ എന്റെ കുടുംബം പോലും ഉപേക്ഷിച്ച് ഇവരോടൊപ്പം ചേർന്നു. എന്നെ കുരുക്കാൻ ഷാ ഒരുക്കിയ ചതിക്കുഴിയാണ് CI മാർട്ടിന്റെ മരണം. എന്നെ ഒതുക്കാൻ കമ്മീഷണർ ഒരുക്കിയ കെണിയിൽ വീണാണ് നിനക്ക് നിന്റെ അധികാരം നഷ്ടമായത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിഷ്ണു IPS അവരുടെ മുന്നിൽ ഒരു തടസ്സമേ അല്ല. ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. എന്റെ വാൾമുനയിൽ ചോര പുരണ്ടാൽ, അറിയാതെ എന്റെ കയ്യിൽ നിന്നൊരു തീപ്പൊരി വീണാൽ ആദ്യം ഈ തെരുവ് കത്തും, പിന്നെ ഈ നഗരവും കത്തിയമരും. അതാണോ നിനക്ക് വേണ്ടത്? പറയൂ, അവസാനിപ്പിക്കട്ടെ എല്ലാം. മണിയും മസിൽ പവറും പൊളിറ്റിക്സും ചില പോലീസ് മേലാളന്മാരും അവിശുദ്ധമായി കൈകോർത്ത് നിൽക്കുന്ന ഈ നാട്ടിൽ ഇനിയും ജനിക്കാത്ത തലമുറയെ കൂടി നശിപ്പിക്കാമെന്ന അസ്ത്രവും പേറി നടക്കുന്ന ചില വമ്പൻ റാക്കറ്റുകൾക്കെതിരെ ഒറ്റപ്പെട്ട ചില അന്വേഷണ പ്രശ്നങ്ങളല്ലാതെ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. സത്യം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഈ ലോകത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് മാത്രമായി സേവനം ചെയ്യുന്നവൻ മാനസികമായി തകർന്നാൽ അവശേഷിക്കുന്ന നന്മയുടെ കണികകൾ കൂടി ഇല്ലാതാവും. നമ്മൾ രണ്ട് ചേരികളിൽ നിന്നാലും ഭീകരതയുടെ ദുരന്ത ഫലം ഒന്നാണ്. ശത്രു ആര് എന്നറിയാതെ യുദ്ധം പ്രഖ്യാപിക്കരുത്. ഞാൻ ചെയ്യുന്നതും നിനക്ക് ചെയ്യാൻ കഴിയാവുന്നതുമായ കാര്യങ്ങൾ ഒന്നിച്ചാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ. പുറം തിരിഞ്ഞു നോക്കാനുള്ള സമയമല്ലത്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. മിസ്സസ് മാർട്ടിന്റെ സത്യസന്ധമായ മൊഴിക്ക് മാത്രമേ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവൂ. അവർ സുരക്ഷിതയായിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മറ്റാരെക്കാളും കൂടുതൽ ഇന്ന് നിനക്കാണ്. അധികാരത്തിന്റെ തൊപ്പി തലയിലില്ലാത്ത ഒരു സാധാരണ പൗരനായി ജനിച്ച നാടിനു വേണ്ടി എന്തെങ്കിലും നേടാനുള്ള ഒരു അവസരമായി നീ ഇതിനെ കാണണം. എന്നോടൊപ്പം വരൂ.
എങ്ങനുണ്ട്? ഇപ്പൊ ഭേദമുണ്ട്. ഭയപ്പെടാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹലോ, നമ്മുടെ തെരുവ് നിറച്ചും പോലീസാണ്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാണ് അവരുടെ നീക്കം. നമ്മുടെ ആൾക്കാരുടെ എല്ലാം പേരെടുത്ത് വിളിച്ച അവർ അന്വേഷിക്കുന്നത്. ഏതായാലും രവിയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പോലീസുകാരുടെ അസുഖം ഒന്ന് കുറയട്ടെ. നമ്മുടെ സസ്പെൻഡ് ചെയ്തു പോയ വിഷ്ണു സാറിന് പകരക്കാരുടെ വന്നിട്ടുണ്ടല്ലോ, അവനാണ് ഏറ്റവും കൂടുതൽ സൂക്കേട്. എവിടാ നിന്റെ നേതാവ് ശ്രീ രവിശങ്കർ? എനിക്കറിയില്ല. നിനക്കറിയില്ലെന്നോ അതോ നീ പറയില്ലെന്നോ? നിന്നെ കൊണ്ട് ഞാൻ പറയും. സുഹറെ, ഒരു കാര്യമില്ലാതെ ഈ സാധനം ഏതാടാ ഇവള്? എന്റെ പൊന്നേമാനെ, ഇവളുടെ തന്തയല്ലേ ഈ തെരുവ് ഭരിച്ചോണ്ടിരുന്നത്? സലീം ഭായി. ആ കിളവൻ ചത്തു തെളിഞ്ഞപ്പോ പിന്നെ എവള് തുടങ്ങി ഭരണം. ആ രവിശേഖരന് വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇവളാ. ഇവളൊരു പകുതി പോലീസാ. കൊള്ളാം, നല്ല ഊശിലുള്ള പെണ്ണ്. ആയസറുതിയെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള രവിശങ്കറിനെ ഇനി നിനക്കെന്തിനാ? നീ എന്റെ കൂടെ പോര്. നിന്റെ തന്ത ചത്ത് തുറഞ്ഞ മാതിരി നിനക്ക് ജാനോടി ഏമാന്റെ കാല് പിടിച്ച് മാപ്പ് പറയാ. ഇവരാ ഗോപാലമേട്ടിയുടെ മോന്. മരിക്കുന്നതിന് മുമ്പെങ്കിൽ സത്യം പറ. എവിടെയാവൻ? നിന്റെയൊക്കെ അമ്മയുടെ ബഹുജന മുന്നേറ്റ മുന്നണിയുടെ നേതാവ് രവിശങ്കർ. നിന്നെയൊക്കെ കൊന്ന് കൊല വിളിച്ച് നിന്റെയൊക്കെ മയ്യത്തിൽ തെരുവിലിട്ട് കത്തിച്ചോണേ. മര്യാദക്കാർ വിട്ടയക്കുന്നതാണത്. നമ്മുടെ തെരുവ് അടിച്ച് തകർക്കുന്നതിന് മുൻപ് അതിലകപ്പെട്ടിരിക്കുന്ന പാവങ്ങളെ പോയി രക്ഷപ്പെടുത്ത്. To me.
രവിയേട്ടൻ എന്താ ഇവിടെ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഷായുടെ പിച്ച വാങ്ങുന്ന പോലീസുകാർ റെയ്ഡ് തുടങ്ങിയല്ലേ? Mr. Ravishankar, you are surrounded from all the sides. Don't try to escape. Surrender. We request you to come forward. This is the last warning. You must surrender now. നീ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. Call him. Call him. വിളിക്കടേ, വിളിക്കാൻ. പാടില്ല. നീ അടക്കം ഈ തെരുവ് മുഴുവൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോ ഞാനെങ്കിലും മാറി വയ്ക്കണം. വേണ്ട. ഈ തെരുവിൽ അനാഥരാകുന്നവരെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? നിങ്ങളൊക്കെ ജീവിച്ചിരുന്നേ പറ്റൂ. അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? സുഹറയെ വിട്ടേക്കൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ദേഹത്തൊരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കുമോളെ. മാറി നിന്നോളൂ. എവിടെ പോയടാ നിന്റെ ബഹുജന മുന്നേറ്റ മുന്നണി? എവിടെ പോയി നിന്റെ ചെങ്കോലും സിംഹാസനവും? ഒരഗതിയെ പോലെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ തൂങ്ങി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല സർ. നിങ്ങളുണ്ടാക്കുന്ന നിയമങ്ങളല്ല ജനങ്ങളുടെ നിയമം. ജനാധിപത്യപരമായ ഒരു നീക്കങ്ങളെയും ആർക്കും തടയാനാവില്ല. വൃത്തികെട്ട ബ്യൂറോക്രാറ്റുകൾ വളച്ചൊടിക്കുന്ന നിയമങ്ങൾ സൃഷ്ടിക്കുന്നത് തീവ്രവാദികളെയും രാജ്യദ്രോഹികളെയുമായിരിക്കും. യെസ്, യു ആർ ദ ക്രിമിനൽ. യു ആർ ദ ടെററിസ്റ്റ്. അനുഭവങ്ങളുടെ അഗ്നിയിലൂടെയുള്ള യാത്ര ഞങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. പാവപ്പെട്ടവനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിന്നെ പോലുള്ള അധികാരി വർഗം തുലയണം. കലാപകാരികളെ തീറ്റി പോറ്റി വളർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും തുലയണം. വഴിപിഴച്ചവന്റെ എല്ലാം മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴണം. ഇവിടെ നിന്നാകട്ടെ നിന്നെ പോലുള്ള രാജ്യദ്രോഹികളുടെ അന്ത്യം.
എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം. നിന്റെ കാലി വീണ് നമസ്കരിക്കാം. എന്നെ കൊല്ലരുത് പ്ലീസ്. പഞ്ചാബിയും ഹിന്ദിയും ഗുജറാത്തിയും മറാഠിയും ദ്രാവിഡനും ബംഗാളിയും ഈ ത്രിവർണ പതാകയുടെ കീഴിൽ ഒരു അമ്മ പെറ്റ മക്കളാണെന്ന് കുഞ്ഞുനാൾ മുതൽ പാടി പഠിച്ചവനാണ് ഞാൻ. ഭൂമിയും അഗ്നിയും ജലവും പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ ത്രിവർണ പതാകയിലെ 3 നിറങ്ങൾ പോലെ ഒന്നിച്ചു കഴിയുന്ന ഈ മണ്ണിൽ ഞങ്ങൾക്ക് ഭാഷകളോ മതങ്ങളോ കുലങ്ങളോ ഗോത്രങ്ങളോ സൃഷ്ടിക്കുന്ന മതിലുകൾ ആവശ്യമില്ല. ഇനി ഒരു ജീവിതവും നീ ഊതിക്കെടുത്താൻ പാടില്ല. ഇനി ഒരു കണ്ണുകളും ഇവിടെ നിറഞ്ഞൊഴുകാൻ പാടില്ല. പ്ലീസ്, എനിക്ക് മാപ്പ് തരണം. ഇല്ല, അവസരം കിട്ടിയാൽ നീ വീണ്ടും സമൂഹത്തിന് നേരെ ചീറ്റും. ആ വിഷവിത്തുകൾ വായുവിൽ കലരും. ആ വായു ശ്വസിച്ച് അവർ പിടഞ്ഞു മരിക്കും. അനുവദിക്കില്ല ഞാൻ. ഹൻസരാജും ദീപക് ഷായും കുഞ്ഞാലിക്കയും മുബാറക്കും ഗോപാലൻ മേസ്ത്രിയും CA മാർട്ടിനും ഡ്രൈവർ അഷ്റഫും എന്റെ സലീം ഭായും അടക്കം എന്നെ സ്നേഹിച്ചവരെയും നിന്നെ സേവിച്ചവരെയും നീ ഇല്ലാതാക്കി. ഇനിയും ഇത് ആവർത്തിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. സാധാരണക്കാരൻ പൂർണ്ണ സ്വതന്ത്രനാവണം. ചതിയുടെ ഇടനാഴിയിൽ ചൂഷണത്തിന്റെ രക്തത്തിൽ ചവിട്ടി അവരിനി ഒരിക്കലും കാലിടറി വീഴരുത്. നിനക്ക് തരാൻ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച പ്രതിഫലം ഇതാണ്. അരുത് ഓഫീസർ, ഓർഡർ പിൻവലിക്കണം. അതിന് അധികാരമുള്ള ആദ്യമാണ് പറയുന്നത്. എവിടേക്കാണ് നിങ്ങൾ നിറയൊഴിക്കാൻ പോകുന്നത്? ഇവിടെ കൂടി നിൽക്കുന്ന ഈ നിരപരാധികളായ ജനങ്ങളുടെ നെഞ്ചിലേക്കോ, അതോ അവരെ നന്മയിലേക്ക് നയിക്കുന്ന ആ മനുഷ്യന്റെ നേർക്കോ? മരിച്ചു വീണവർ മരിക്കേണ്ടവരായിരുന്നു. ജീവിച്ചിരിക്കേണ്ടവർക്ക് ജീവിതം നിഷേധിച്ചവർ അവർ മരിച്ചോട്ടെ, ഇവർ ജീവിക്കട്ടെ, സത്യം ജയിക്കട്ടെ. ബോധപൂർവ്വം ഇവിടെ കലാപം ഒരുക്കിയവരെ നേരിടുന്ന ഈ ജനങ്ങളുടെ കൂടെ വേണമായിരുന്നു നമ്മൾ നിൽക്കാൻ. You are right. I'm sorry. ഓഫീസർ, ഒരു പുതിയ നീതിക്ക് വേണ്ടി, ഈ തെരുവിന് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന സമൂഹത്തിന് വേണ്ടി നിയമം കയ്യിലെടുത്തവനാണ് ഞാൻ. ആ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ കണ്ണ് തുറപ്പിച്ചവനാണ് നീ. സാധാരണക്കാരന് വേണ്ടി എഴുതപ്പെട്ട പുതിയ ചരിത്രമാണ് നീ. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി അനിയ. ഇനി എനിക്ക് നിന്റെ പിന്നിൽ നടക്കാനാണ് ഇഷ്ടം. എന്തിലും ഏതിലും എവിടെയും നീയാകട്ടെ ഒന്നാമൻ. ഈ തെരുവിലൂടെ, നമ്മുടെ കേരളത്തിലൂടെ, ഇന്ത്യയിലൂടെ ലോകം നിന്നെ അറിയട്ടെ. പന്തലിക്കും ആൽമരമായി നാം